അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ അസ്സമക്കാത്തു സലാസ, 3 മത്സ്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ പാഠം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, മലയടിവാരത്തിലുള്ള കുളത്തിലേക്ക് വിക്രമനും മുത്തുവും എന്നു പേരുള്ള 2 വേട്ടക്കാർ വന്നതും അവിടെയുള്ള 3 മത്സ്യങ്ങളെ പിടിക്കാൻ തീരുമാനിച്ചതും. ഒന്നാമത്തെ മത്സ്യം വേട്ടക്കാർ വരുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ മത്സ്യം മരിച്ച പോലെ കിടന്ന് വേട്ടക്കാർ എടുത്ത് കളഞ്ഞപ്പോൾ പുഴയിൽ ചാടി രക്ഷപ്പെട്ടു. ഇനി മൂന്നാമത്തെ മത്സ്യത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാനൊന്ന് വായിക്കാം, അത് നിങ്ങൾ കേൾക്കുക. ആജിസത്ത് ബലഹീന അല്ലെങ്കിൽ ശക്തിയില്ലാത്ത, ലം തസൽ ആയിക്കൊണ്ടേയിരുന്നു, ഇഖബാൽ മുന്നോട്ട് വരിക, ഇദ്ബാർ പിന്നോട്ട് പോവുക, ഹിക്കായത്ത് കഥ അല്ലെങ്കിൽ വിവരണം, ബയാൻ വിശദീകരണം, അസ്നാഫ് ഇനം, ബഷർ മനുഷ്യൻ, മുജ്തഹിദ് പരിശ്രമശാലി, ഹരീസ് ആഗ്രഹിക്കുന്നവൻ, നഫ്അ ഉപകാരം ചെയ്യുക, നഫ്സ് ശരീരം, ബുഅദ് ദൂരം, മൗത്തിൻ സ്ഥലം, ഹലാക്ക് നാശം, തഅന്ന പിന്തുക, ഇംതിഹാൻ പരീക്ഷ, ഇബ്തിലാ പരീക്ഷണം, ജദ്ദ പരിശ്രമിക്കുക, തഖ്ലീസ് രക്ഷപ്പെടുത്തുക, ലഹ്ലത്ത് സമയം അല്ലെങ്കിൽ സെക്കൻഡ്, അഖൈറത്ത് അവസാനം, കാത അടുക്കുക, ഹലക നശിക്കുക, ഫത്തിൻ ബുദ്ധിമാൻ, ഗൈർ ഫത്തിൻ ബുദ്ധിയില്ലാത്തവൻ, അള്ളാ നഷ്ടപ്പെടുത്തുക, ലഹ്വ് കളി തമാശകൾ, ലൈബ് കളി, വക വീഴുക ഭവിക്കുക അല്ലെങ്കിൽ വന്നു ചേരുക, തഅസറ ഇടറി വീഴുക, ആജിസ് ബലഹീനൻ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അമ്മ സമകത്തു സാലിസ, മൂന്നാമത്തെ മത്സ്യം, അവനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അമ്മ സമകത്തു സാലിസ, മൂന്നാമത്തെ മത്സ്യം, വഖാനത്ത് അവളായിരുന്നു, ആജിസത്തൻ ബലഹീനയായിരുന്നു, ശക്തിയില്ലാത്തവളായിരുന്നു, ഫലം തസൽ അവളായി, ഫീ ഖബാലിൻ മുന്നോട്ട് പോയി, വൈദബാറിൻ പിന്നോട്ടിങ്ങനെ പോയി. അപ്പോൾ സാധാരണ മത്സ്യങ്ങൾ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ സഞ്ചരിക്കുമല്ലോ അല്ലേ, അതുപോലെ തന്നെ ഇവൾ ഈ വേട്ടക്കാരെയൊന്നും ശ്രദ്ധിക്കാതെ അവൾ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ സഞ്ചരിച്ചു. ഹത്ത അങ്ങനെ സ്വാദ അവർ 2 പേരും വിക്രമനും മുത്തുവും വേട്ടയാടി മൂന്നാമത്തെ മത്സ്യത്തെ. ഹാദിഹില്ലിക്കായത്തു, ഈ ഒരു വിവരണം, ഇതുവരെ നമ്മൾ പറഞ്ഞ 3 മത്സ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ വിവരണം, ബയാനുൻ അതൊരു വിവരണമാണ്. ഈ ഒരു ഹാദിഹില്ലിക്കായ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം, ബയാനും അത് വിശദീകരണമാണ്, ലി സലാത്തത്തി അസ്നാഫിൻ 3 ഇനം ആളുകളെക്കുറിച്ച്, മിനൽ ബഷരി മനുഷ്യരിൽ നിന്നും 3 ഇനം ആളുകളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ഒരു സംഭവം എന്നർത്ഥം. അഹദുഹും അവരിൽ ഒന്നാമത്തെ ആൾ അഥവാ ഒന്നാമത്തെ മനുഷ്യൻ, മുജ്തഹിദുൻ അവൻ പരിശ്രമിക്കുന്നവനാണ്, എപ്പോഴും വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നവനാണ്, ഹരീസുൻ അവൻ ആഗ്രഹിക്കുന്നവനുമാണ്, അലാ നഫ്സിഹി അവൻ്റെ ശരീരത്തിന് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവനുമാണ്, വൽ ബുഅദി വിദൂരത്താവാനും ആഗ്രഹിക്കുന്നവനാണ്, അൻ മവാത്തിനിൽ ഹലാക്കി അപകടത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തകർച്ചയുടെ നാശത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ആഗ്രഹിക്കുന്നവനാണ്. അവൻ്റെ ശരീരത്തിന് ഉപകാരം ചെയ്യുന്നു പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിന് നന്മ ഏത് വഴിക്കാണോ അത് ചെയ്യും, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുപോലെ നാശത്തിൻ്റെ വഴിയെ തൊട്ട് അവന് മാറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ സാനിഹിം രണ്ടാമത്തെ ആൾ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മത്സ്യത്തിൻ്റെ ഉപമ, അപ്പോൾ സാനിഹിം രണ്ടാമത്തെ ആൾ, യത അന്ന അവൻ പിന്തും, വയത അന്ന അവൻ പതുക്കെയാകും, ഹത്ത അങ്ങനെ, ഇതാ വക്കാൽ ഇംതിഹാനു പരീക്ഷ വന്നു കഴിഞ്ഞാൽ, വൽ ഇബ്തിലാഉ അല്ലെങ്കിൽ വല്ല പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, ജദ്ദ അവൻ പരിശ്രമിക്കും, ഫി തഖ്ലീസി നഫ്സിഹി അവൻ്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും, ഫിൽ ലഹ്ലത്തിൽ അഖീറ അവസാന സമയത്ത്, അപ്പോൾ അവസാന സമയത്ത് അവൻ കിടന്ന് മരിക്കും. മനസ്സിലായില്ലേ? ഫനജ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമിക്കും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഫനജ അങ്ങനെ അവൻ രക്ഷപ്പെടും, ബാദ ശേഷം, അൻ കാത യഹ്ലികു നശിക്കാനായതിന് ശേഷം അവൻ എന്ത് ചെയ്യും, രക്ഷപ്പെടുകയും ചെയ്യും. അമ്മ സാലിസു മൂന്നാമത്തെ മത്സ്യമോ, ആജിസുൻ അവൻ ബലഹീനനാണ്, ഗൈർ ഫത്തിനിൻ ബുദ്ധിയില്ലാത്തവനാണ്, യുദിയോ അവൻ നഷ്ടപ്പെടുത്തും, അൽ ഔഖാത്ത അവൻ്റെ സമയങ്ങളെ, ഫിൽ ലഹ്വി തമാശയിൽ, വൽ ലഅബി കളിയിലും, ഹത്ത അങ്ങനെ, യഖഅബിഹി അവനിക്ക് വന്നു ചേരും, അൽ ഇംതിഹാനു പരീക്ഷ വരും, വൽ ഇബ്തിലാഉ പരീക്ഷണങ്ങൾ വരും. അങ്ങനെ അവന് പരീക്ഷകളൊക്കെ അവനിക്കെത്തും. ഫയഖ അപ്പോൾ അവൻ വീഴും, മുതഅസ്സിറൻ തപ്പിത്തടഞ്ഞിട്ട്,
അല്ലെങ്കിൽ ഇടറി വീഴും മഅൽ ആജിസീൻ, ബാക്കിയുള്ള ചില ബലഹീനരായിട്ടുള്ള ശക്തിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകളുണ്ടാവും, അവരോടുകൂടെ ഇവനും ഇടറി വീഴും. അങ്ങനത്തെ ആളാണ് മൂന്നാമത്തെ മത്സ്യം. അതിന് മൂന്നാമത്തെ മത്സ്യം ഉദാഹരണം പറഞ്ഞത് ഇത്തരത്തിലുള്ള പരിശ്രമിക്കാത്ത മടിയനായ മനുഷ്യനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ ഞാൻ വായിക്കാം, അത് നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഉത്തരങ്ങൾ ഞാൻ വായിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യാതെ എഴുതിയാൽ മതി. ഐന കാനൽ ഖദീറു, എവിടെയായിരുന്നു കുളമുണ്ടായിരുന്നത്? അതിനുത്തരം കാനൽ ഖദീറു ഫി മുൻഖഫിലിൻ മിനൽ അർളി. കാനൽ ഖദീറു ഫി മുൻഖഫിലിൻ മിനൽ അർളി, അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് ചോദ്യം, മാതാ തവാഅദ സ്വയ്യാദാൻ, എന്താണ് രണ്ട് വേട്ടക്കാരും വിചാരിച്ചുറപ്പിച്ചത്? ഉത്തരം തവാഅദ സ്വയ്യാദാനി അൻ യർജിഅ ഇലൈഹി അല്ലെങ്കിൽ ഇലൽ ഗദീരി. തവാഅദ സ്വയ്യാദാനി അൻ യർജിഅ ഇലൽ ഗദീരി ബിശിബാകിഹിമാ ഫയസീദ അസ്സമകാത്ത്, അതാണ് അതിൻ്റെ ഉത്തരം. വന്നിട്ട് വേട്ടയാടാൻ. മൂന്നാമത്തത് മാതാ ഫഅലത്തി സമകത്തുൽ ഊല, ഒന്നാമത്തെ മത്സ്യം എന്താണ് കാണിച്ചത്? ലമ്മാർ അതി സ്വയാദൈനി, അവൾ ഈ വേട്ടക്കാരെ കണ്ടപ്പോൾ അവൾ എന്താണ് കാണിച്ചത്? അപ്പോൾ അതിനുത്തരം ഫലമ്മാർ അസ്സമകത്തുൽ ഊല അസ്വയ്യാദൈനി ഇർതാബത് ബിഹിമ വതഖവഫത് മിൻഹുമ ഫഖഫസത് മിൻ മദ്ഖലിൽ മാഇ ഇലൻ നഹർ. ഓക്കെ, അതാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, കൈഫ ഖലസത്തി സമകത്തി സാനിയ, രണ്ടാമത്തെ മത്സ്യം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പോൾ ഉത്തരം ഖലസത്ത് അസ്സമകത്ത് സാനിയ, രണ്ടാമത്തെ മത്സ്യം രക്ഷപ്പെട്ടു. ബഅദ അൻ തമാവതത് വജഅലത് തത്ഫു അലാ വജ്ഹിൽ മാഇ മുൻഖലിബതൻ. ഇത്ര മതി. അഞ്ചാമത്തത് ബിമൻ മുസ്സിലത്തി സമകത്തു സാലിസ, ഈ മൂന്നാമത്തെ മത്സ്യം ആരുടെ ഉദാഹരണമാണ്? ആ മുസ്സിലത്തി സമകത്തു സാലിസ ബി ആജിസിൻ ഗൈരി ഫത്തിനിൻ യുദിഉൽ ഔഖാത ഫില്ലഹവി വല്ലഅബ്. ഓക്കെ, അങ്ങനത്തെ അതാണ് അതിൻ്റെ ഉത്തരം. മൻ ഹിയ അൽ മുജ്തഹിദതു മിനസ് സമകാതി സാലിസ, മൂന്ന് മത്സ്യങ്ങളിൽ ഏറ്റവും പരിശ്രമശാലിയായ മത്സ്യം ഏതാണ്? അപ്പോൾ അസ്സമകത്തുൽ ഊല ഹിയ അൽ മുജ്തഹിദ മിനസ് സമകാതി സലാസ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഇതിൽ നിങ്ങൾക്ക് അർളുൻ ജം മാറാലി, ശബകത്തുൻ ജം ഷിബാഖ്, ആഖിബത്തുൻ ജം അവാഖിബ്, ഫഹ്മുൻ ജം അഫ്ഹാം, ലഹ്ലത്തുൻ ജം ലഹ്ലാത്ത്, മൗത്തിനുൻ ജം മവാത്തിൻ, അതുപോലെ അടിയിൽ വരുന്ന 4 വാക്കുകൾ നിങ്ങൾ ജുംലയിൽ പ്രയോഗിച്ച് എഴുതി വരണം. തമാവത, യതഅന്ന, ഇർതാബബി, തഖവഫ. ഓക്കെ, ഉക്തുബ് ഹിക്കായത്തിൻ സ്വഗൈറത്തിൻ ദാത്ത ഐബറത്തിൻ അനിൻ നംലത്തി വൽഫീൽ. ഇപ്പോൾ നമ്മൾ 3 മത്സ്യങ്ങളെക്കുറിച്ചാണ് കഥ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ ഉറുമ്പുകളെക്കുറിച്ചോ ആനയെക്കുറിച്ചോ ഒക്കെ ഒരു കഥയുണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ആശയസമ്പന്നമായിട്ടുള്ള കഥ എഴുതിയിട്ട് അയച്ചു തരിക. സംശയങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.